നമസ്തേ, ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സുസ്വാഗതം. 14/2/2026 ശനിയാഴ്ച പൂരാട നക്ഷത്രമാണ്. വൈകിട്ട് 6:18 വരെയാണ് പൂരാട നക്ഷത്രമുള്ളത്. അതിനുശേഷം ഉത്തിരാട നക്ഷത്രം തുടങ്ങുന്നതാണ്. പൂരാട നക്ഷത്രം പാദദോഷത്തിൽപ്പെട്ട ഒരു നക്ഷത്രം കൂടിയാണ്. ഇന്ന് ജനിക്കുന്ന കുട്ടികളുടെ നക്ഷത്രം പൂരാടമാണെന്ന് മനസ്സിലാക്കുകയും ഈ പാദദോഷത്തിൽ ഈ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ജനിച്ച സമയം കണക്കാക്കി നോക്കിയാൽ മാത്രമേ ഇവർക്ക് ദോഷത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുകയുള്ളൂ. ധനുരാശിയിൽ വരുന്നൊരു നക്ഷത്രമാണ് പൂരാട നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെ ഗുണപ്രദമാണ്. എന്നാലും 4 ശനി വളരെ കാര്യതടസ്സങ്ങളും വിഷമതകൾക്കും കാരണമായേക്കാം. ഫെബ്രുവരി മാസത്തിൽ പൊതുഫലങ്ങൾ, ജോലിയിൽ പുതിയ മാറ്റങ്ങളോ പുതിയ ഉത്തരവാദിത്തങ്ങളോ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകാനുള്ളൊരവസരം കൂടി ഉണ്ടായേക്കാം. സാമ്പത്തികമായി മെച്ചമുള്ള സമയമാണ്. മുടങ്ങിക്കിടക്കുന്ന പണം തിരികെ കിട്ടാൻ ഭാഗ്യം കാണുന്നുണ്ട്. കണ്ടകശനി ഉള്ളതിനാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് വളരെയധികം സൂക്ഷിക്കുക. വിവാഹ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ അനുകൂല കാലമാണ്. പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസം മാറ്റങ്ങൾ വരുത്താനും വീട്ടിൽ സമാധാനം ഉണ്ടാകാനും മാതാവിൻ്റെ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ടിവരും. വീട് പണി പൂർത്തീകരിക്കും. പൊതുവെ ആരോഗ്യം തൃപ്തികരമാണ്. എന്നിരുന്നാലും പുതിയതായുള്ള ബിസിനസ്സുകളോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അതിൽ ജാഗ്രത വേണം. കണ്ടകശനി ആയതു കാരണം സന്ധിവേദനയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. കഴിവതും ഇത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അപ്രതീക്ഷിതമായ ചിലവിന് സാധ്യത കാണുന്നുണ്ട്. പണമിടപാടിൽ ജാഗ്രത പാലിക്കുക. കുടുംബത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും അവരുടെ പിന്തുണ ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. പല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയും മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ശനിദോഷത്തിൻ്റെ സ്വാധീനം ഉള്ളതിനാൽ കൂടുതൽ അധ്വാനം വേണ്ടിവരും. ജോലിയിൽ കഠിനാധ്വാനം വേണ്ടിവരും. സ്ഥാനക്കയറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല സൂചന എന്നിരുന്നാലും കാലതാമസം കാണുന്നുണ്ട്. വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അവസാനം നല്ല വാർത്ത ലഭിക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ പഴയ കടങ്ങൾ വീട്ടാൻ തുടക്കം കുറിക്കുകയും നിക്ഷേപങ്ങൾക്ക് വിദഗ്ധരോട് ഉപദേശം തേടുന്നത് വളരെ നല്ലതായിരിക്കും. ആഡംബര വസ്തുക്കൾ കഴിവതും ഒഴിവാക്കുക. സന്ധിവേദന, ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കാണുന്നുണ്ട്. പിടിവാശി കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രണയിതാക്കൾക്ക് നല്ലൊരു കാലം കൂടിയാണ്. ഏത് പ്രതിസന്ധികളെയും നേരിടാൻ അനാവശ്യ ഭയം കഴിവതും ഒഴിവാക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതിൽ ജാഗ്രത വേണം. കണ്ടകശനി ആയതു കാരണം സന്ധിവേദനയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. കഴിവതും ഇത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിലും നല്ലത് പഴയ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയുണ്ടാകുന്നതാണ്. ശനിദോഷം മാറാൻ ശാസ്താക്ഷേത്രത്തിൽ ദർശനമോ എള്ളുപായസം എന്നിവ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. നിങ്ങളുടെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഇപ്പോഴുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിലെ ഗ്രഹങ്ങൾക്ക് നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും നല്ല ദശാകാലങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഫലത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പം നിങ്ങളുടെ ഫലം മനസ്സിലായല്ലോ. ഓക്കെ.